ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CBE കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് സാമൂഹികാധിഷ്ഠിത പരിപാടി സെപ്റ്റംബർ 26 പ്രോഗ്രാം എങ്ങനെ ചെയ്യാം, അതെങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം, എങ്ങനെ അത് ജനാന്തോളനിൽ എൻട്രി വരുത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പോഷൻ ട്രാക്കറിൽ ഏത് രീതിയിൽ എൻട്രി ചെയ്യണം, ജനാന്തോളനിൽ ഏത് തീം ആക്ടിവിറ്റിയിൽ എൻട്രി ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായി ആ രീതിയിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് കാണുകയും അതിൽ എൻട്രി വരുത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സാമൂഹികാധിഷ്ഠിത പരിപാടി NCB എന്താണെന്നുള്ള ആദ്യം പറഞ്ഞുതരാം. അപ്പം നമ്മൾ സാമൂഹികാധിഷ്ഠിത പരിപാടി സെപ്റ്റംബർ 26 നടത്തുന്നതിൽ ഗർഭകാലവും പോഷകാഹാരവും അത് ആ ഒരു തീമിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യണത്. നമുക്കറിയാം, ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആ സമയത്ത് കഴിക്കുന്ന ആഹാരവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ആ കുട്ടി ഗർഭിണിയായ സ്ത്രീ കഴിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ. അപ്പോൾ ഗർഭകാലവും പോഷകാഹാരവും എന്ന് പറയുന്ന വിഷയം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ CBE നടത്തുന്ന സമയത്ത് PM LM തുടങ്ങിയവരെ ആ ഒരു CBEയിലേക്ക് വിളിക്കുകയും അവർക്ക് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഈ ഗർഭകാലത്ത് കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണെന്നും അപ്പോൾ വേണ്ട പരിചരണം എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ നോട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരുന്ന ബെനിഫിഷ്യറീസിന് അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. നമുക്കപ്പോൾ അത് അന്നപ്രസാദ് ദിവസമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത്. നമ്മൾ അന്നപ്രസാദ് ദിവസം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലും നിങ്ങൾ ഈ ആക്ടിവിറ്റി എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ ആ നോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗർഭകാലവും പോഷകാഹാരവും, കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇതിനെന്ത് പറയുന്നുണ്ടല്ലോ, ഏത് സ്ത്രീയും അത്യധികം ആനന്ദം ഉളവാക്കുന്ന സന്ദർഭമാണ് തൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ഈ കുഞ്ഞിന് വേണ്ട ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ഗർഭകാലത്ത് കൊടുക്കേണ്ട ശ്രദ്ധകൾ കൊടുക്കണം. അപ്പോൾ കഴിക്കേണ്ട ആഹാരത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയറായിട്ട് പറയുന്നുണ്ട്, കണ്ട. ഗർഭിണി ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ കണ്ടില്ല നിങ്ങൾ, പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും, ധാന്യങ്ങൾ, പാൽ, തൈര്, ചീസ്, മാംസ്യം, പഴങ്ങൾ, അതുപോലെ തന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കണം. കണ്ട, ഗർഭിണിയുടെ ഭക്ഷണശീലം, ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം, പ്രോട്ടീൻ അതുപോലെ അന്നജം അടങ്ങിയത് കഴിക്കണം, പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കണം, മുട്ട, മധുരക്കിഴങ്ങ്, ചുവന്ന ചീര, കണ്ട. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാക്കി വയ്ക്കണം. എന്നിട്ട് വേണം ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഒഴിവാക്കേണ്ട ഐറ്റംസ് പറഞ്ഞാണ് ഇതിൽ നിങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കണത് കുറയ്ക്കണം, അല്ലെങ്കിൽ അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഏതൊക്കെ കഴിക്കണമെന്നും ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ട്സ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് അത് അവർക്ക് വായിച്ച് മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി നമുക്ക് നമ്മുടെ ജന്നാന്തോളുള്ളത് പോലെ പോഷൻ ട്രാക്കറിലും രേഖപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മോർ ഓപ്ഷനിൽ പോവുക. മോർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണാം, ഇവൻറ്റുകൾ ക്ലിക്ക് ചെയ്യുക. അതിൽ CBE ക്ലിക്ക് ചെയ്യുക. CBE ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 12-ാം തീയതി ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവിടെ 12-ാം തീയതി ഡേറ്റ് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. മനസ്സിലായ? അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ നമുക്ക് 2 CBE ആണ് പറ്റുക. അപ്പോൾ നമ്മൾ 2-ാമത്തെ CBE സെലക്ട് ചെയ്യുക, ഏഡ് CBE കൊടുക്കുക. ശേഷം നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ 26-നാണ് നടത്തുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 26 സെലക്ട് ചെയ്യണം. ശേഷം തീം സെലക്ട് ചെയ്യുക. അപ്പോൾ തീമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് അന്നപ്രസാദ് ദിവസമാണ്. മനസ്സിലായ? അപ്പോൾ അന്നപ്രസാദ് ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, താഴെ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി CBE സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ആ CBE നിങ്ങൾ പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, സക്സസ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക, ഒരാൾ പോലും വിട്ടു പോകാണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ഇതുപോലെ എൻ്റർ ചെയ്ത് വയ്ക്കുക. ദെൻ നമുക്കിതിനെ എങ്ങനെ ജന്നാന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ജന്നാന്തോളൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോർമലി ജന്നാന്തോളനിൽ ലോഗിൻ ചെയ്യുക. ജന്നാന്തോളനിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തീം സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ തീമായിട്ട് നമുക്കിതിൽ വരുന്നത് മാസ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസാണ് ഏറ്റവും താഴെ വരുന്നത്. ആ മാസ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക.
അതിനുശേഷം നമുക്ക് ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് അംഗനവാടി ലെവലാക്കണം. അതിനുശേഷം അംഗനവാടി സെലക്ട് ചെയ്യുക. അംഗനവാടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അന്നപ്രസാദ് ദിവസം എന്നുള്ളത്. അപ്പം നമുക്ക് അന്നപ്രസാദ് ദിവസം തന്നെയാണ് നമ്മൾ പോഷൻ ട്രാക്കറിലും ചെയ്തത്. ഇപ്പോൾ ഇവിടെ അന്നപ്രസാദ് ദിവസം എന്നുള്ളത് സെലക്ട് ചെയ്യാം CB എൻ്റർ ചെയ്യാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രം ഡേറ്റ് കൊടുക്കണം. നിങ്ങൾ CB നടത്തിയ ഡേറ്റ് കൊടുക്കുക, ടു ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം പാർട്ടിസിപ്പൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കൊടുക്കണം. ഞങ്ങളുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ അവിടേക്ക് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ പോയിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് ഇരിക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോഷൻ ട്രാക്കറിലെ എൻട്രിയും കഴിഞ്ഞു, അതുപോലെ ജൻ ആന്തോളനിലെ ഡാഷ്ബോർഡിലെ എൻട്രിയും കഴിഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് അംഗനവാടി ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, CB നടത്തുകയും പോഷൻ മറക്കാതെ തന്നെ രണ്ടിലും പോഷൻ ട്രാക്കറിലും ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി വരുത്തുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.